മുതലാളി തൊഴിലാളിക്ക് വേണ്ടി ഒരു പാലം തന്നെ പണിത ഒരു കഥയാണ് ഇന്ന് മറുനാടൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഞാനൊക്കെ ഒരാളെ സഹായത്തിലൂടെ കയറി വരുന്ന സാറ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചോദിച്ചായിരുന്നു ഇയാൾക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആരെ സഹായിക്കാതെ ഫുഡ് കഴിച്ചിട്ട് പോകണമെന്ന് സഹായമുണ്ട്. പക്ഷെ കുറച്ച് ദിവസത്തിനുള്ളിൽ പാലം ഞങ്ങൾക്ക് പണിത് തന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഈ പാലത്തിൽ ഓഫീസിൽ നിന്ന് നേരെ പാലത്തിൽ കൂടെയാണ് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോണത്. വളരെ നല്ല ഒട്ടും തീരെ കയറാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഫുഡൊക്കെ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2-3 ദിവസമൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെ കയറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 18-ാം പടി കയറും വേണം. ഇത് ഞങ്ങളാരും ശ്രദ്ധിച്ചില്ല. സത്യത്തിൽ ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. അവസാനം ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷമായി പോയി. അത് കാല് വയ്യാത്തൊരു പോളിയോ ബാധിച്ച കുട്ടീനെ 2 പേര് 2 സൈഡിൽ നിന്നൊക്കെ താങ്ങി കണ്ടപ്പോൾ ഭയങ്കര വിഷമായി. 18-ാം പടിയിൽ നിന്ന് പിള്ളേർ കളിയാക്കി വിളിച്ചത്. അതുകൊണ്ട് 18 ദിവസം സമയം തരും. 18 ദിവസത്തിൻ്റെ അകത്ത് ഈ പാലം തീരണമെന്ന് പറയും. അദ്ദേഹം 2 ദിവസം തെറ്റിച്ച് 20-ാമത്തെ ദിവസം എനിക്ക് ഈ പാലം ഇതിൽ കൂടെ നടക്കാൻ കണക്കാക്കി എല്ലാം എൻ്റെ ഷീറ്റെല്ലാം 20-ാമത്തെ ദിവസം ഇട്ട് തരും. നമസ്കാരം. മുതലാളി തൊഴിലാളിക്ക് വേണ്ടി ഒരു പാലം തന്നെ പണിത ഒരു കഥയാണ് ഇന്ന് മറുനാടൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ സിസോ ഗ്രൂപ്പിൻ്റെ ഫാക്ടറിയിലാണ്. അതായത് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് സിസോ ഗ്രൂപ്പിലുള്ള തൊഴിലാളികളെല്ലാം തന്നെ വന്നുകൊണ്ടിരുന്നത് ഇതാ ഈ ഒരു വലിയ സ്റ്റെപ്പിലൂടെയാണ്. ഇതിൻ്റെ എൻഡിങ് ഭാഗത്താണ് ഇവരുടെ ക്യാൻറ്റീൻ ഉള്ളത്. ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലുമെല്ലാം തന്നെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇറങ്ങി വേണം ഓരോ തൊഴിലാളികളും ഈ ഒരു ക്യാൻറ്റീനിലേക്ക് വരാൻ. ഈ ഒരു തൊഴിലാളികളിൽ ഒരാൾ ഈ പോളിയോ രോഗം ബാധിച്ച് ഒരു കാല് നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത്. അവർക്കെല്ലാം തന്നെ ഈ ഒരു സ്റ്റെപ്പ് കയറി ചെന്ന് ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട സിസോ ഗ്രൂപ്പിൻ്റെ 2 മുതലാളിമാർ, അതായത് ഭാര്യയും ഭർത്താവും 20 ദിവസം കൊണ്ട് ഒരു പാലം അങ്ങ് പണിതു. എന്തായാലും അപൂർവം ചില മുതലാളിമാർ ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം തന്നെ. ആ പണിത പാലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് മറുനാടൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ചേച്ചി പേരെന്താ? ഷീലയാണ്. ഈ പാലം നിർമ്മിക്കാനുള്ള കാരണം ചേച്ചി ഇങ്ങനെ നടക്കുന്നുണ്ട് വിഷമിച്ചിട്ടാണ്? കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഒരാളെ സഹായത്തിലൂടെ കയറി വരുന്ന സാറ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചോദിച്ചായിരുന്നു ഇയാൾക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അപ്പോൾ കൂടെയുള്ള സ്റ്റാഫ് പറഞ്ഞ് ഒരു കൈ പിടിച്ചാലേ അവർക്ക് കയറി വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പോളിയോ പോളിയോ എടുത്തില്ലായിരുന്നു. അങ്ങനെ ഒരു പനി വന്ന് കാല് വയ്യാതായിരുന്നു. ഇപ്പം പാലം നിർമ്മിച്ചിരിക്കുകയാണ്. സന്തോഷമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആരെ സഹായിക്കാതെ ഫുഡ് കഴിച്ചിട്ട് പോകണമെന്ന് സഹായമുണ്ട്. സന്തോഷമുണ്ട്. എത്ര വർഷമായി ഇവിടെ? ഞാൻ ഈ 4 വർഷമാകാൻ പോകണം. കാരണം എനിക്ക് നട്ടലിനൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംപ്ലാൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും പടി എനിക്ക് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ 2 ദിവസം. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മാനേജ്മെൻറ്റ് ഒരു തീരുമാനം എടുത്തു നമുക്ക് ഒരു പാലം പണിയാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് ദിവസത്തിനുള്ളിൽ പാലം ഞങ്ങൾക്ക് പണിത് തന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഈ പാലത്തിൽ ഓഫീസിൽ നിന്ന് നേരെ പാലത്തിൽ കൂടെയാണ് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോണത്. വളരെ നല്ല ഹാപ്പി. ഇല്ല, ആദ്യം പ്രതീക്ഷിച്ചില്ല. ആദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നി അത് പാലം കയറാൻ വേണ്ടിയിട്ട്. 1-2 ദിവസം വളരെ ബുദ്ധിമുട്ടാണ് കയറിയത്. കാരണം നടുവിലും കാലിലൊക്കെ പിടിച്ചാണ് കയറാൻ പറ്റിയത്. പക്ഷെ അത് കണ്ടിട്ടാവണം അങ്ങനെ ഒരു തീരുമാനം മാനേജ്മെൻറ്റ് എടുത്തത്. പക്ഷേ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ജിനി.
ഞാനിവിടെ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യണു. ഞാനിപ്പോൾ ഒരു 12 വർഷത്തോളം ആകുന്നുണ്ട്. 13 വർഷം അതാണ് ആയിട്ടുള്ളത്. എനിക്ക് കാലിന് സുഖമില്ലായിരുന്നു. കാരണം വണ്ടിയിൽ നിന്നൊക്കെ 2 വീലറിൽ നിന്ന് വീണിട്ട് മുട്ടിനൊരു സർജറിയൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ സ്റ്റെപ്പ് കയറി ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒട്ടും തീരെ കയറാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഫുഡൊക്കെ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2-3 ദിവസമൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെ കയറിയായിരുന്നു. പക്ഷേ എങ്ങനെ പിന്നെ വീണ്ടും എങ്ങനെ കയറും എന്നുള്ളൊരു ബുദ്ധിമുട്ടിൽ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഒരു ദിവസം രാവിലെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ JCB അങ്ങനെ കുറേ മെഷീനെല്ലാം കിടക്കുവാണ്. അപ്പോൾ അന്നേരമാണ് അറിയുന്നത് ഇത് പാലം കെട്ടുവാണ്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഇങ്ങനെ പാലം കെട്ടുവാണെന്നുള്ള അറിഞ്ഞത്. ഇപ്പോൾ അതിന് ഒരാഴ്ചക്കകത്ത് തന്നെ എല്ലാം പാലമായി. ഇപ്പോൾ എല്ലാവരും അതുവഴിക്കാണ് വരുന്നത്. ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഓഫീസിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ ക്യാൻറ്റീനിലോട്ടാണ് വരുന്നത്. നല്ല മുതലാളിമാരാണ്. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് നമുക്കത് നമ്മളെ കൂടെ നിന്നിട്ട് ഒരു സാറ് മാഡം അങ്ങനെ ഒരു ലെവലിലല്ല, നമ്മളെ കൂടത്ത് നിന്നിട്ട് എന്ത് കാര്യത്തിനും നമുക്ക് ഫുൾ സപ്പോർട്ടാണ് എന്ത് കാര്യത്തിനും. സാർ, എങ്ങനെയാണ് ഈ പാലം നിർമ്മാണത്തിലേക്ക് എത്തിയത്? പാലം നിർമ്മിക്കണമെന്ന് വിചാരിച്ചൊന്നും അല്ല തുടങ്ങിയത്. ഞങ്ങൾ ഈ ക്യാൻറ്റീനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. ഞങ്ങൾ 30 വർഷത്തെ മോഹമാണ് ക്യാൻറ്റീൻ നടത്താമെന്ന്. അപ്പോൾ ഞങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും നോക്കിയില്ല. ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ് നിന്ന് അങ്ങനെ ക്യാൻറ്റീനാണ് പിള്ളേർക്ക് സൗജന്യ ഭക്ഷണം കൊടുക്കണം, അതായിരുന്നു ഉദ്ദേശം. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ശ്രദ്ധയിൽപ്പെട്ടതാണ് കുട്ടികളെല്ലാം ഇങ്ങനെ കയറി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, വലിയൊരു ഇറക്കം ഇറങ്ങിയിട്ട് വേണം ആദ്യം വരാൻ. അത് കഴിഞ്ഞിട്ട് ഈ 18-ാം പടി കയറും വേണം. ഇത് ഞങ്ങളാരും ശ്രദ്ധിച്ചില്ല സത്യത്തിൽ, ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. അവസാനം ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷമായി പോയി. അത് കാല് വയ്യാത്തൊരു പോളിയോ ബാധിച്ച കുട്ടീനെ 2 പേര് 2 സൈഡിൽ നിന്നൊക്കെ താങ്ങി വരുന്ന കണ്ടപ്പോൾ ഭയങ്കര വിഷമായി. പിന്നെ 28 വർഷം സർവീസുള്ളൊരു കുട്ടിയുണ്ട്. അയാൾ 28 വർഷമായിട്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അയാൾ കാലിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, മുട്ടിൻ്റെ തേയ്മാനം എനിക്കുള്ള പോലെ തന്നെ. അപ്പോൾ ആ പുള്ളിക്കാരിയും കയറി വരുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിനെയൊക്കെ വിഷമായി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞങ്ങളുടെ സ്ഥിരം കോൺട്രാക്ടറെ വിളിച്ച് പറഞ്ഞു, എനിക്ക് പാലം പണിയണം, അത്യാവശ്യമാണ്. ഓഫീസിൽ നിന്ന് നടന്ന് ഇങ്ങോട്ട് വരാൻ പറ്റണം, ഒരൊറ്റ ആൾ ഒരു സ്റ്റെപ്പ് പോലും കയറരുത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പാലം പണിയാൻ നമുക്ക് എൻ്റെ ബഡ്ജറ്റ് എടുക്കുക അതെന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞാൽ അതൊന്നും പറ്റില്ല. ഞാൻ തരുന്ന സമയം 18 ദിവസം, 18-ാം പടിയിൽ നിന്ന് പിള്ളേർ കളിയാക്കി വിളിച്ച്. അതുകൊണ്ട് 18 ദിവസം സമയം തരും. 18 ദിവസത്തിൻ്റെ അകത്ത് ഈ പാലം തീരണമെന്ന് പറഞ്ഞു. അദ്ദേഹം 2 ദിവസം തെറ്റിച്ച് 20-ാമത്തെ ദിവസം എനിക്ക് ഈ പാലം ഇതിൽ കൂടി നടക്കാൻ കണക്കാക്കി എല്ലാം എൻ്റെ ഷീറ്റെല്ലാം 20-ാമത്തെ ദിവസം ഇട്ട് തന്നു. അത് നമുക്ക് വേറൊന്നുമല്ല, ഇതുകൊണ്ട് വലിയ അഭിമാനമൊന്നുമല്ല. ഒരു എന്താ പറയുന്നത്, എൻ്റെ കുട്ടികൾ ഇതിൽ നടന്നു വരുമ്പോൾ എനിക്ക് എന്തോ ഒരു ആത്മനിർവൃത്തിയാണ്, അത്രയേ ഉള്ളൂ. എന്തായാലും ഈ പാലം വരുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ഈ സിസോ ഗ്രൂപ്പിൻ്റെ വലിയ ബിൽഡിങ്. ഫാക്ടറി ഉൾപ്പെടെ ഈ ഒരു ബിൽഡിങ്ങിലാണ് നിലനിൽക്കുന്നത്. അതായത് ഭക്ഷണം കഴിക്കാൻ താഴെ ഇറങ്ങി, അതായത് ഈ സ്റ്റെപ്പ് കയറി വേണം ഈ ക്യാൻറ്റീനിലേക്ക് വരാൻ. ഈയൊരു കഠിനമായ പ്രവൃത്തി തൊഴിലാളികൾ ചെയ്യുന്നത് കണ്ട് 2 മുതലാളിമാർ, ഞാനീ പറഞ്ഞ 2 മുതലാളിമാർ വെറും 20 ദിവസം കൊണ്ടാണ് ഇതായി നേരെയുള്ള ഒരു പാലം കെട്ടുന്നത്. അതായത് പാലം നേരെ എത്തിച്ചേരുന്നത് ക്യാൻറ്റീനിലേക്കാണ്. അതായത് ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന്, അതായത് സിസോയുടെ മെയിൻ ബിൽഡിങ്ങിൽ നിന്നും ഫാക്ടറി ഉൾപ്പെടെ ഉള്ള ബിൽഡിങ്ങിൽ നിന്നും ഡയറക്റ്റായി ഈ പാലത്തിൽ കയറാവുന്ന വിധത്തിലാണ് ഇത്തരത്തിൽ ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വെറും 20 ദിവസം കൊണ്ട് 10 ലക്ഷം രൂപയ്ക്കടുത്ത് ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പാലം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിലാണ്. കാരണം ജോലി ചെയ്ത് അവർക്ക് കൂടുതൽ എനർജി പകരുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും തന്നെ ഉച്ചയ്ക്കും എല്ലാം തന്നെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ ഈ കഠിനമായ ഈ ഒരു സ്റ്റെപ്പ് കയറി വരേണ്ട സാഹചര്യം ഇത്തരത്തിൽ ഓണർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇതിനെ തുടർന്നാണ് പൊടുന്നനെ ഒരു പാലം നിർമ്മിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.